എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെമി കണ്ടക്ടർ ലബോറട്ടറിയിലേക്ക് ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന സെമി കണ്ടക്ടർ ലബോറട്ടറിയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സ്റ്റാഫാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 26 സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. എക്സാം വരുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. വേക്കൻസി എത്രയാണെന്ന് നോക്കാം. വേക്കൻസി വരുന്നത് ആകെ 25 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് 11, EWS 2, OBC 6, SC/ST 6 എന്നിങ്ങനെ 25 വേക്കൻസിയാണുള്ളത്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 4 ആണ്. അതായത് 25,500 മുതൽ 81,100 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും കൂടി അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഇനി എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. നിർബന്ധമല്ല, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ക്വാളിഫിക്കേഷൻ എസെൻഷ്യലായിട്ട് വേണ്ടത് ഡിഗ്രിയും കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയുമാണ്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 944 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അൺറിസർവ്ഡ് കാറ്റഗറി, EWS കാറ്റഗറി, OBCക്കാണ് 944 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 472 രൂപയാണ്. ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെയാണ്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി 25 വയസ്സ് വരെയാണ്. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് പ്രായപരിധി വരുന്നത്. നിങ്ങൾ SC/ST, OBC, EWS കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കാനായിട്ട് SCLൻ്റെ സൈറ്റിൽ കയറുക. സൈറ്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ്. സൈറ്റ് എന്ന് പറയുന്നത് www.scl.gov.in/career.html ആണ്. ഇതാണ് സൈറ്റ്. നിങ്ങൾ ഈ പേജിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ടൊരു ഇമെയിൽ IDയും ഫോൺ നമ്പരും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സ്കാൻഡ് കോപ്പീസ് ഓഫ് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ സൈസ് 50 KB കൂടാനായിട്ട് പാടില്ല. നിങ്ങളുടെ ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉണ്ടായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് വരുന്നത് മാർച്ച് മാസത്തിലാണ്. എക്സാമിൻ്റെ വെന്യൂ വരുന്നത് ന്യൂഡൽഹി ആൻഡ് ചണ്ഡീഗഡ് ആണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ എക്സാം വെന്യൂ വരുന്നുള്ളൂ. ഇനി എക്സാമിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് എയിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. 40 മാർക്കിനാണ് എക്സാം വരുന്നത്. പാർട്ട് ബിയിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. 60 മാർക്കിനാണ് എക്സാം. ആകെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. റിട്ടൺ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. scl.gov.in/career.html ആണ്. ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒറിജിനൽ വാലിഡ് ഫോട്ടോ ID പ്രൂഫും കൊണ്ടുപോകേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ID എന്ന് പറയുമ്പോഴത്തേക്കും ആധാർ, വോട്ടേഴ്സ് ID, ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഇതിലേതെങ്കിലുമാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം, ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോവുക 2 എണ്ണം, ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകണം. എല്ലാത്തിൻ്റെയും കോപ്പി കൊണ്ടുപോകണം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകുന്നതാണ്. പിന്നീട് കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, മറ്റെന്തെങ്കിലും റെലവൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെമി കണ്ടക്ടർ ലബോറട്ടറിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ആണ്. ഡിഗ്രി യോഗ്യതയും കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 26 താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.